Welcome back, students. Moving to the fourth module. Fourth module is about factorial design. Factorial design the basics എന്താണ്, അതുപോലെ തന്നെ factorial experiment ന്റെ uses. What are the uses of factorial experiment in psychological studies? Then concept of 2 square and 2 cube factorial experiment. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ചെറിയൊരു പോർഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്നുള്ളത് നോക്കാം. So the first topic is what is factorial design. So factorial design കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് ഇൻവോൾവ് ചെയ്യുന്നത് ഒരൊറ്റ ഫാക്ടർ മാത്രമല്ല, 2 or more ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കാര്യം എടുക്കുമ്പം അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡയറ്റിങ് ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ഒരു ഫാക്ടറാണ്, അതുപോലെ ഹെറിഡിറ്ററി ഒരു ഫാക്ടറാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. സോ ബൈ ഫാക്ടോറിയൽ ഡിസൈൻ വി മീൻ ദാറ്റ് ഇൻ ഈച്ച് കംപ്ലീറ്റ് ട്രയൽ, അതായത് നമ്മൾ എടുക്കുന്ന എല്ലാ ട്രയലിലും ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ലെവൽ ഓഫ് ഫാക്ടേഴ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ്. അവിടെ നമ്മൾ എല്ലാ പോസിബിൾ കോമ്പിനേഷനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ എഫക്റ്റ് വരുന്നത് 2 എഫക്റ്റ്, ഇപ്പോൾ ഡയറ്റിങ്ങും അതുപോലെ തന്നെ എക്സസൈസും, അങ്ങനെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് എ ലെവൽ, അവിടെ എ ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എ ഫാക്ടർ എ എന്ന് ഒരു ഫാക്ടർ എ എന്ന് പറയുന്ന ഫാക്ടറിന് ഒരുപാട് ലെവലുകളുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് സ്മോൾ എ ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഫാക്ടറിനും ഒരുപാട് ലെവലുകളുണ്ട്. അതിന് നമുക്ക് ആ ലെവൽസിനെ സ്മോൾ ലെറ്റർ ബി എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഈച്ച് ട്രയൽ കണ്ടെയ്ൻ എ ബി ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ. അവിടെ നമുക്ക് എ ബി ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. So when 2 or more independent variables are combined in a single study, അതായത് ഒരൊറ്റ സ്റ്റഡിയിൽ തന്നെ ഒന്നിലധികം കോമ്പോണൻസ് വരുന്ന കേസിൽ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ റിസർച്ച് സ്റ്റഡി ഇൻവോൾവിങ് 2 or more ഫാക്ടേഴ്സിനെ നമ്മൾ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബൈ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് വി മീൻ ദാറ്റ് ഇൻ ഈച്ച് കംപ്ലീറ്റ് ട്രയൽ ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ലെവൽസ് ഓഫ് ഫാക്ടേഴ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ്. അവിടെ നമുക്ക് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വരുന്ന ഫാക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. സോ എ റിസർച്ച് സ്റ്റഡി ഇൻവോൾവിങ് 2 or more ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ ഡിസൈൻ. അതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ നിങ്ങളിവിടെ ഈ ഒരു സെക്ഷൻ്റെ, അതായത് ഈ ഒരു മൊഡ്യൂളിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഈ സ്ലൈഡിലുള്ള നോട്ട്സ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യൂസസ് എന്നുള്ളതാണ്. ഒരു ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റിൻ്റെ യൂസസ് എന്തെല്ലാം എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. So the advantages or uses of factorial experiment. The first advantage or the first use is the level may be quantitative as well as qualitative. അപ്പോൾ ലെവൽസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആവാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവും ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഷുഗർ പേഷ്യൻറ്റിന് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പം ആ ഇൻസുലിൻ എടുക്കുന്നത് നമുക്ക് ക്വാളിറ്റേറ്റീവിലായിട്ട് ചെയ്യാം. എങ്ങനെ ക്വാളിറ്റേറ്റീവ് ആവുമ്പോൾ നമ്മളവിടെ ഇൻസുലിൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ ആയിട്ട് നമുക്ക് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവ് എത്ര എടുത്തു എന്നുള്ളത് നോക്കുമ്പോൾ അത് നമ്മൾ ഏതിലാണ് പെടുത്തുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവുമായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവായിട്ടും എടുക്കാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സിംഗിൾ ഫാക്ടർ ഡിസൈൻ. സിംഗിൾ ഫാക്ടർ ഡിസൈനേക്കാളും ഒരുപാട് എഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫാക്ടോറിയൽ ഡിസൈനിൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ്, 2 or more than 2 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ്
factorial experiment is necessary. Factorial experiment is necessary or mandatory when interaction is present. അതായത് ഇൻട്രാക്ഷൻ പ്രസൻ്റ് ആയിട്ടുള്ള കേസിൽ, അതായത് കോമ്പിനേഷൻസ് വരുന്ന കേസിൽ, രണ്ട് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് ഒരുമിച്ച് വരുന്ന കേസിൽ, ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമുക്ക് ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് അവിടെ മാൻഡാറ്ററി ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ സ്റ്റഡി ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിൻ്റെ ടേംസിലാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ടു സ്റ്റഡി ദ ജോയിൻ്റ് എഫക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സിൻ്റെ ജോയിൻ്റ് എഫക്റ്റ്, നമ്മൾ ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ, ഇവിടെ ഒന്നുമില്ല, നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ 2 or more ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആ 2 or more ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കോമ്പിനേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ജോയിൻ്റ് എഫക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. The next one is if F test is significant for interaction, then the main effect are of no importance. F test is significant for F test interaction significant ആണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ എഫക്റ്റിന് no importance എന്നാണ് പറയുന്നത്. And the next one is if F test is non-significant for interaction, then the result can be described. Okay, so this is the uses of factorial experiment. So the next topic is 2 by 2 factorial experiment or 2 square factorial experiment. And the simplest factorial experiment is 2 by 2 factorial design. 2 by 2 അല്ലെങ്കിൽ 2 square design എന്ന് പറയുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫാക്ടോറിയൽ ഡിസൈൻ. സോ ഈ 2 square ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 വിത്ത് ഓൺലി 2 ഫാക്ടേഴ്സ്. അവിടെ നമുക്ക് എന്താണ് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ A, B എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഈച്ച് റൺ അറ്റ് 2 ലെവൽ. ഇപ്പോൾ 2 ഫാക്ടേഴ്സിനും 2 ലെവലുണ്ട്. ഇപ്പോൾ A, B എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് നമുക്കുണ്ട്. ആ ഓരോ ഫാക്ടേഴ്സിനും 2 ലെവൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ എയുടെ ലെവലാണ് A0 A1 എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഫാക്ടർ ബിയുടെ 2 ലെവലുകളാണ് B0 B1 എന്ന് പറയുന്നത്. So the level of the factors may be arbitrarily called as low and high. ഇതിനെ നമ്മൾ low and high എന്നാണ് arbitrarily പറയുന്നത്. ഇവിടെ നമുക്ക് we have 2 factorial each at 2 levels so that we have 4 treatment combination. ആ 4 treatment combination എങ്ങനെയാണ് വരുന്നത്? സൈഡിലെ ബോക്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 1 എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അവിടെ A0 എന്താണ്, A0 എന്ന് പറയുന്നത് ലോ ലെവലാണ്. അതുപോലെ B0 എന്ന് പറയുന്നതും ലോ ലെവലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ലെവൽ ഓഫ് ഫാക്ടേഴ്സിനെ നമ്മൾ ആർബിട്രറിലി വിളിക്കുന്നത് ലോ ആൻഡ് ഹൈ എന്നാണ്. അപ്പോൾ A1 എന്ന് പറയുന്നതിന് നേരെ A0 B0 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മീൻ ചെയ്യുന്നത് ഫാക്ടർ A ആൻഡ് B ബോത്ത് അറ്റ് ലോ ലെവൽ എന്നാണ്. ദെൻ 1ന് തൊട്ട് താഴെ നമ്മൾ B എന്ന് എഴുതിയിട്ടുണ്ട്. B മീൻ ചെയ്യുന്നത് A0 B1 എന്നാണ്. അതായത് അവിടെ ഫാക്ടർ A അറ്റ് ലോ ലെവൽ ആൻഡ് ഫാക്ടർ B അറ്റ് ഹൈ ലെവൽ എന്നാണ്. ദെൻ Bയുടെ താഴെ നമ്മൾ A എന്നാണ് എഴുതിയത്. A എന്ന് പറയുന്നത് എന്താണ്, A1 B0 എന്നാണ്. A1 B0 മീൻസ് ഫാക്ടർ A അറ്റ് ഹൈ ലെവൽ ആൻഡ് B അറ്റ് ലോ ലെവൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ AB എന്ന് എഴുതിയിട്ടുണ്ട്. AB എന്ന് പറയുന്നത് A1 B1 എന്നാണ്. ദാറ്റ് ഈസ് ബോത്ത് ഫാക്ടർ A ആൻഡ് B അറ്റ് ഹൈ level. So this is the 2 factorial experiment or 2 factorial 2 square design. 2 square factorial experiment or 2 square design, that is the design with 2 factors. It is the simplest factorial experiment and the 2 square design is one with only 2 factors. നമുക്ക് അവിടെ 2 factors മാത്രമേ ഉള്ളൂ. ആ 2 ഫാക്ടേഴ്സിനും 2 ലെവൽസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ 2 square factorial design എന്ന് പറയുന്നത്. And the next one is 2 cube factorial design or 2 by 3 factorial experiment. If there are 3 factors, for example A, B, C, and each at 2 levels, then the design is called 2 cube factorial design.
സോ ഇവിടെ നമുക്ക് 3 ഫാക്ടേഴ്സ് ഉണ്ട്. നേരത്തെ 2 ഫാക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 3 ഫാക്ടേഴ്സും ഈച്ച് അറ്റ് 2 ലെവൽസ് ആണുള്ളത്. സോ ഹിയർ വി ഹാവ് 8 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ ഏതൊക്കെയാണ് വരിക? 1, then A, B, AB, C, AC, BC and ABC. സോ ഇവിടെ 1 എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് അവിടെ എന്താണ്? മൂന്നും എന്താണ്? ലോ ലെവലാണ്. A0, B0, C0 എന്നാണ് പറയുന്നത്. അതുപോലെ A എന്ന് പറയുമ്പം അവിടെ A1 മാത്രമേ വരുന്നുള്ളൂ, ബാക്കി രണ്ടും ലോ ലെവലിലാണ് വരുന്നത്. ഓക്കെ. ദെൻ ബി എന്ന് പറയുമ്പം ബി മാത്രം ഹൈ ലെവലിലും ബാക്കി രണ്ടെണ്ണം ലോ ലെവലിലുമാണ് വരുന്നത്. എ ബി എന്ന് പറയുമ്പോൾ എയും ബിയും ഹൈ ലെവലിൽ, ബാക്കി വരുന്നത് സി ലോ ലെവലിലാണ് വരുന്നത്. ദെൻ സി എന്ന് പറയുമ്പോൾ സി മാത്രം ഹൈ ലെവലിൽ വരും, ബാക്കി രണ്ടെണ്ണം ലോ ലെവലിലേക്ക് പോവും. ദെൻ ബി സി എന്ന് പറയുമ്പോൾ അവിടെ എ ലോ ലെവലിൽ വരും, ബിയും സിയും ഹൈ ലെവലിൽ വരും. സോ ഈ രീതിയിലാണ് 2/3 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് വരുന്നത്.